അങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ലാലേട്ടൻ വരുന്ന എപ്പിസോഡ്. ലാലേട്ടൻ എന്തൊക്കെ സംഭവിക്കുള്ളൂ എന്ന്, ലാലേട്ടൻ ഏതൊക്കെ കാര്യങ്ങൾ ചോദിക്കണം. കഴിഞ്ഞ ആഴ്ച ഒത്തിരി പ്രശ്നങ്ങളാണ് അല്ലേ, അടി ഒന്നും വേണ്ട. അപ്പം ലാലേട്ടൻ ഒരു വശത്തും ചോദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 2 എപ്പിസോഡൊന്നും പോയതായെന്ന് തോന്നുന്നു. അതുപോലെ ചോദിക്കാനുള്ള കാരണമുണ്ട്. വില്ലൻ എപ്പോഴും നമ്മുടെ നെവിൻ തന്നെയാണ്. ആര്യനും അക്ബറും ഒക്കെ കൂട്ടാളികളായിട്ട് കാണും എന്നുള്ളതാണ് നെവിന് ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു കാര്യം. നെവിൻ മാത്രമല്ല അനുഭവിക്കേണ്ടത്. ഏതായാലും അവിടുത്തെ മോഷണം, ബെഡ് വെള്ളം ഒഴിച്ചത്, അതുപോലെ ഷാനവാസ് കുഴഞ്ഞു വീണത്, പല കാര്യങ്ങളും ചോദിക്കാനുണ്ട്. കിച്ചൺ ടീമിൻ്റെ പ്രശ്നം, ക്യാപ്റ്റന്മാരുടെ പ്രശ്നം, എല്ലാവരോടും ചോദിക്കാനുണ്ട്. ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്രാവശ്യം ലാലേട്ടൻ ഇച്ചിരി പാടുപെടും. ഏതായാലും 2-3 പ്രൊമോ വന്നതിനകത്ത് നെവിനെ ലാലേട്ടൻ ഒന്ന് പൊരിച്ചെടുക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം ലാലേട്ടൻ പറയുന്നുണ്ട്, ഈ പ്രാവശ്യം വിഷനിൽ നെവിൻ പുറത്ത് പോയില്ലെങ്കിൽ ഞാനൊരു ഏഴിൻ്റെ പണി തരുന്നുണ്ടായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത ആഴ്ച നോമിനേഷൻ ഇടാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ചയൊക്കെ എല്ലാവരും നോമിനേഷന് വരാൻ സാധ്യതയുണ്ട്. അതൊരു പണിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. വേറെ എന്ത് പണി കൊടുക്കാൻ പറ്റും? അതോ പുറത്താക്കാൻ പറ്റും? ഏതായാലും പുറത്താക്കും എന്നെനിക്ക് തോന്നുന്നില്ല. നെവിനെ പോലുള്ള ഒരു മത്സരാർത്ഥി അവിടെ നിൽക്കുന്നത് കൊണ്ട് ബാക്കിയുള്ള മത്സരാർത്ഥികൾ സ്ട്രോങ് ആവുന്നുണ്ട്. ലൈവൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നെവിനെ പോലുള്ളൊരു മത്സരാർത്ഥി വേണോടെ. വില്ലൻ ഒരു വശത്തുണ്ടെങ്കിലേ നായകനും നായികയൊക്കെ സ്ട്രോങ് ആകത്തുള്ളൂ. അത് ഒരു സ്റ്റൈല് തന്നെയാണ്. ഇപ്പോൾ നെവിനെ പുറത്താക്കി കഴിഞ്ഞാൽ അവിടെ വേറെ കണ്ടൻറ്റൊന്നും കാണത്തില്ല. അവരെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ആഹാരമൊക്കെ കഴിച്ച് സ്വറയൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുന്നത് കാണത്തുള്ളൂ. നമുക്ക് ലൈവ് കാണാനും എപ്പിസോഡ് കാണാനും ഒന്നും ഒരു പ്രശ്നവും കാണത്തില്ല. അതുകൊണ്ട് നെവിനെ പുറത്താക്കിയുള്ള ഒരു പരിപാടി കാണിക്കും എന്ന് ഒരു കാരണവശാലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ബെഡേ വെള്ളം ഒഴിച്ചതും ഷാനവാസിൻ്റെ എന്തോന്നുമൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അത് പ്രമോദിക്കാതൊക്കെ വ്യക്തമാകുന്നുണ്ട്. പിന്നെ ഷാനവാസ് ഒരു പക്ഷേ ഇന്ന് തിരിച്ചു വന്നേക്കാം എന്നും തോന്നുന്നുണ്ട്. പിന്നെ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ഒരു മത്സരാർത്ഥി ഇന്ന് പുറത്തു പോകും. മത്സരാർത്ഥി പുറത്തു പോകാൻ സാധ്യതയുള്ള മത്സരാർത്ഥി എനിക്ക് തോന്നുന്നു 9 മത്സരാർത്ഥികളുണ്ട്. അവർ 7 പേര് നോമിനേഷന് വന്നിട്ടുണ്ട്. അതിൽ ആദിലയും ഷാനവാസുമാണ് ഒഴിവായിരിക്കുന്നത്. ബാക്കി 7 പേരുണ്ട്. അതിനകത്ത് അനുമോളും നമ്മുടെ അനീഷും ഒരു കാരണവശാലും പുറത്താകാനുള്ള സാധ്യതയില്ല. അല്ലെങ്കിൽ വല്ല അത്ഭുതങ്ങൾ സംഭവിക്കണം. പിന്നെ നൂറ ടിക്കറ്റ് ടു ഫിനാലെ ജയിച്ചതാണ്. അതുകൊണ്ട് ഈ പ്രാവശ്യം നോമിനേഷൻ പുറത്താകത്തില്ല എന്ന് പറയുന്നില്ല. പക്ഷേ ആദിലയും കൂടെ ഈ പ്രാവശ്യം മത്സരിക്കാതില്ലാത്തത് കൊണ്ട്, അതുപോലെ തന്നെ നൂറ കഴിഞ്ഞ പ്രാവശ്യം സ്ട്രോങ് ആയതുകൊണ്ടും നൂറ പുറത്താകില്ല എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ബാക്കിയുള്ള 4 പേർ, അത് ഫാബുമോൻ ഈ പ്രാവശ്യം നമ്മളെ ഞെട്ടിപ്പിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫാബുമോൻ്റെ വോട്ടിൻ്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് വളരെ ചിരി വരുന്നത്. കാരണം ഫാബുമോൻ അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. ടാസ്കിൽ തികഞ്ഞ പരാജയമുണ്ട്. ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് ടാസ്കിലെങ്കിലും ഫാബുമോൻ മികച്ച പ്രകടനം കാഴ്ചവെക്കും. സാധാരണ ശബ്ദം ഉയർത്താറില്ല. ആഹാരത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഫാബുമോൻ ഒന്നുമില്ലെങ്കിൽ ശബ്ദം ഉയർത്തുന്നത് ആരിൻ്റെ അടുത്ത്. അത് ആഹാരത്തിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, എനിക്ക് ആഹാരം കിട്ടണം. അതാണ് ഫാബുമോൻ്റെ പ്രശ്നം. പിന്നെ കട്ട് തിന്നത്തില്ല എന്നുള്ളതാണ് ഫാബുമോൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. നേട്ടം അത് അവിടുത്തെ ഏറ്റവും വലിയ. നെവിൻ്റെ പ്രശ്നം ആഹാരമാണ്, പക്ഷേ കട്ട് തിന്നും. ഫാബുമോന് കട്ട് തിന്നത്തില്ല. തനിക്കുള്ള പങ്ക് കൊടുത്താൽ മതി, വേറെ ആരെയും അടിച്ചു മാറ്റാനും നടക്കത്തില്ല. പിന്നെ ഫാബുമോൻ ഈ വോട്ട് കിട്ടുന്നത് നമുക്ക് ഈ ബാക്കിയുള്ള മത്സരാർത്ഥികളെല്ലാം ദേഷ്യം തോന്നുമ്പോൾ നമുക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രതിഷേധ വോട്ടുണ്ടല്ലോ, നോട്ട പോലെ, അങ്ങനെ കിട്ടുന്ന വോട്ടാണെന്ന് തോന്നുന്നു. പിന്നെ ഫാബുമോൻ ഇത്രയും വോട്ട്, ടാസ്കിലൊന്നും യാതൊരു പ്രകടനവും ഇല്ല. ലാസ്റ്റ് 2ാം സ്ഥാനത്ത് കണ്ടാണ് നിൽക്കുന്നതെന്ന് തോന്നുന്നു. ആ അവസ്ഥയാണ് ഫാബുമോൻ്റെ. ഫാബുമോന് ഈ പ്രാവശ്യം രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ 3 പേരാണ്. നെവിൻ പുറത്തു പോകാനുള്ള സാധ്യത കുറവാണ്. കാരണം നെവിനെ സംബന്ധിച്ച് കഴിഞ്ഞ ആഴ്ച കണ്ടൻറ്റ് മൊത്തം ഉണ്ടാക്കിയ നെവിനാണ്. മറുവശത്ത് നമ്മുടെ അനീഷ് ഉണ്ടാകും, അനുമോളുണ്ടാകും, ഷാനവാസ് ഉണ്ടാകും. പക്ഷേ ഇവരൊക്കെ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അനുമോളെ ആയാലും ഷാനവാസിനെ ആയാലും നമ്മുടെ നൂറെ ആയാലും ആദിലെ ആയാലും അനീഷിനെ ആയാലും ഇവരൊന്നും ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. അവർ കൃത്യമായിട്ട് ഒരുപക്ഷെ നെവിന് വോട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് ഏകീകരിച്ച് നെവിനിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. നെവിന് ഈ പ്രാവശ്യം പുറത്ത് പോകരുത് എന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവരുടെ കൃത്യമായിട്ടുള്ള ഇവരെ എതിർക്കുന്ന ആൾക്കാരുടെ വോട്ട് നെവിന് കൃത്യമായിട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് പക്ഷേ അക്ബറിനും ആര്യനും അതൊരു പ്രശ്നമായി മാറിയേക്കാം. പിന്നെ പ്രതീക്ഷിക്കുന്ന 2 പേർ അക്ബറും ആര്യനുമാണ്. ഇവർ ആര് പുറത്തു പോകും എന്നാണ് നമ്മൾ
നോക്കേണ്ടത്. ആരിനെ പുറത്ത് പോയാലും സ്ട്രോങ് പ്ലെയറാണ്. പ്രത്യേകിച്ച് ഫാബുമോനും ആദിലേക്ക് അവിടെ നിൽക്കുമ്പോൾ ഇവർ രണ്ടുപേരിൽ ആരും ഒരാൾ പുറത്തു പോകുക എന്ന് പറയുന്നത് നമുക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഫീഫയുടെ ഏറ്റവും വലിയ പ്രത്യേകത സ്ട്രോങ് ആയിട്ടുള്ള പ്ലെയർമാരുടെ പ്ലേയേഴ്സ് ഒത്തിരി പുറത്തു പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് ലാസ്റ്റ് വന്ന 5 പേർ, ലക്ഷ്മി ഉൾപ്പെടെ. ഫാവുമോനാണ് ആദ്യമേ പുറത്തു പോകുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച്, ജിഷിനൊക്കെ അവിടെ നിൽക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ നിന്നതാരാണ്? ഫാവുമോൻ. ലാസ്റ്റ് വരെ ഫാവുമോൻ നിൽക്കും. ചിലപ്പോൾ ഇനി കപ്പ് വല്ലതും കൊണ്ടുപോയി. ആ അവസ്ഥയാണ് ഫാവുമോൻ്റെ കാര്യം. ഏതായാലും ഒരു കാര്യം ഉറപ്പുണ്ട്, ഈ പ്രാവശ്യത്തെ പല മത്സരാർത്ഥികളെയും പലർക്കും ഇഷ്ടമില്ല. ഒരു നല്ല വിഭാഗം ആൾക്കാർ പുറത്ത് ഇവരാരെ ഇഷ്ടപ്പെട്ട, അനുവിനെ ആയാലും അനീഷിനെ ആയാലും ഷാനവാസിനെ ആയാലും നോറയെ ആയാലും അക്ബറിനെ ആയാലും ആരിനെ ആയാലും നെവിനെ ആയാലും ഇഷ്ടപ്പെടാത്ത ഒരു ആൾക്കാരുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അല്ലെങ്കിൽ ഒരു കാരണവശാലും ഫാവുമോൻ ഇത്രയ്ക്ക് വോട്ട് കിട്ടത്തില്ല എന്ന് 100% ഉറപ്പാണ്. ഇപ്രാവശ്യം പുറത്തു പോകാനുള്ള സാധ്യതയുള്ളത് അക്ബർ, ആര്യൻ. ഇതിൻ്റെ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ പലരും പറയുന്നത് കേട്ടു ആര്യൻ പുറത്തു പോയെന്നൊക്കെ കേൾക്കുന്നു. ഇതെന്തുമാത്രം സത്യമാണെന്നറിയില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അറിഞ്ഞാലും പറയത്തില്ല. കാരണം ഇത് എപ്പിസോഡിൽ കൂടെ ഒക്കെ കാണുക, ഒരാൾ 2 പേരിങ്ങനെ നിൽക്കുന്നു, ഒരാൾ പുറത്തു പോകുന്നു, നമ്മളിങ്ങനെ ഭ്രമിച്ച് ഒരു ത്രില്ലർ ഭാഗത്തി ഒരു ട്വിസ്റ്റും ഒക്കെ പ്രതീക്ഷിച്ച് നമ്മളിങ്ങനെ കാത്തിരിക്കുന്നതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. ലാലേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ കിട്ടുന്ന കാര്യങ്ങൾ അപ്പോൾ പങ്കുവെക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. പിന്നെ സോഷ്യൽ മീഡിയ ഏതെടുത്ത് നോക്കിയാലും നമുക്കിപ്പം കാണാൻ പറ്റും ആര്യൻ പുറത്തു പോയി, അക്ബർ പുറത്തു പോയി, നെവിൻ പുറത്തു പോയി എന്നൊക്കെ കേൾക്കുന്നത്. അത് കണ്ടന്റിന് വേണ്ടിയാണ്, വ്യൂസിന് വേണ്ടിയാണ്. അവരത് ചെയ്യട്ടെ, നമുക്കെന്ത് ചെയ്യാൻ പറ്റില്ല. ഏതായാലും ഇവരിൽ ആരെങ്കിലും ഒരാളൊരു സ്ട്രോങ് പ്ലെയർ പുറത്തു പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ട്വിസ്റ്റ് ഇനി വേറെ വല്ലതും ഉണ്ടോ എന്നറിയില്ല. ഇന്നാരും പുറത്ത് പോയിട്ടില്ല എന്നാണ്, ഇന്നത്തെ എപ്പിസോഡിൽ ആരും പുറത്ത് പോകുന്നതായിട്ട് കാണിക്കുന്നില്ല എന്നാണ് അറിയാൻ പറ്റുന്നത്. അപ്പോൾ നാളെ ട്വിസ്റ്റിന് വേണ്ടി പ്രതീക്ഷിക്കാം. ആര്യനോ അതോ അക്ബറോ കാത്തിരിക്കാം, അതോ നെവിനോ ഫാബുവോ, ആരും ആകാം കേട്ടോ. ഞാൻ പറഞ്ഞെന്ന് വിചാരിച്ച് ആരും ആകാം. നമുക്ക് കാത്തിരിക്കാം ആരാ പുറത്ത് പോകുന്നതെന്ന് അറിയാൻ പറ്റി. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എത്തും വരെ ഓക്കെ.